അപ്പോൾ ഞാൻ ഇന്നൊരു കമ്മലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം ഞാൻ പരിചയപ്പെടുത്താം. പേരൊന്നും പറയില്ല കേട്ടോ, ഞാൻ സാധനങ്ങൾ കാണിച്ചാൽ. അപ്പോൾ ഇതാണ് ഒരു ഫ്ലവർ മോഡൽ ബീഡ്. ഇതെനിക്ക് തോന്നുന്നു ഹെയർ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നതായിരിക്കാം. മേ ബി, എനിക്ക് ഉറപ്പില്ല. അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇത് 2 എണ്ണം വേണം. പിന്നെ ഈ ഒരു ബീഡ് വേണം. ഏത് സൈസ് ബീഡായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സൈസ് ബീഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ്. ആ ഒരു ബീഡ് എടുക്കാം. അതിന് ശേഷം വേണ്ടത്, ഒരു മിനിറ്റ് ഞാൻ വീണ്ടും എടുക്കട്ടെ. ഓക്കെ, അതിന് ശേഷം ഈ ഒരു പിന്ന്, ഇത് 2 എണ്ണം വേണം. ഇവിടെ ഇങ്ങനെ മടക്കില്ലേ, അത് 2 എണ്ണം വേണം. ഇത് 4 എണ്ണം വേണം. ഓക്കെ, ഇത് 4 എണ്ണം വേണം. പിന്നെ വേണ്ടത് ഇതേപോലൊരു ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 20 കണ്ണിയുള്ള ചെയിനാണ്, 20 കണ്ണി. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് ഈ ചെയിന് കോർത്ത് വെക്കണം. അപ്പോൾ ചെയിന് കോർത്ത് വെക്കുകയെന്ന് വെച്ചാൽ നേരെ സെൻറ്ററിൽ കോർത്ത് വെക്കില്ല. ഇതിൽ നിന്ന് 9ാമത്തെ കണ്ണിയിലാണ് ചെയ്യുക. ഒരു ഭാഗത്തു നിന്ന് 9ാമത്തെ കണ്ണിയിൽ 1 2 3 4 5 6 7 8 9. ഞാൻ എടുത്ത കറക്റ്റ് കേട്ടോ. അപ്പോൾ 9ാമത്തെ കണ്ണിയിൽ ഇത് കോർത്ത് വെക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, ഞാൻ പരമാവധി വേഗത കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത്, ഈ ഒരു ഫ്ലവറില്ലേ, ഈ ഫ്ലവറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അപ്പോൾ ഇവിടെ ലെങ്ത്ത് അധികം തോന്നുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്തായാലും കട്ട് ചെയ്യാണ്, എനിക്കവിടെ ലെങ്ത്ത് അധികമാണ്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തു. ഇതിലേക്ക് ഈ ഹൂക്ക് ഇടുക. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹൂക്ക് പിന്നീട് അഴിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലെങ്ത്ത് അധികം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നമുക്ക് അത്ര വേണ്ട. അപ്പോൾ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ഫോൾഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഫോൾഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കാം. ഇതിലേക്ക് ഇടാം, പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, ഇതിൻ്റെ താഴെ ഈ ഒരു ബീഡ് വെക്കണം. അപ്പോൾ ബീഡ് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിൻ എടുക്കുക. മുത്ത് കോർത്തെടുക്കുക. ഇതും ലെങ്ത്ത് അധികമാണ്, കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാട്ടോ. എന്നിട്ട് ഇതിനെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഞാനിത് ഓൾറെഡി ലെങ്ത്ത് കുറച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ചെയിനിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് കോർത്ത് വെക്കുക. പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ ഒരു അറ്റമില്ലേ, അപ്പോൾ നമുക്ക് അവിടെ കൂടെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി എടുക്കുക, ബീഡ് കോർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ലെങ്ത്ത് അധികം ഉണ്ട്, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാം ഓക്കെ, അല്ലെങ്കിൽ 4ഉം ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാം കറക്റ്റ് ഒരേ അളവിലായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ ഒന്നുകൂടി 2 എണ്ണം കട്ട് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ മുത്ത് കോർത്ത് വെച്ചതിന് ശേഷം അങ്ങനെ 2 ഭാഗവും കോർത്തെടുത്തു. ഇതാണ് ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല. അപ്പോൾ ഞാനിതിൻ്റെ 2ഉം അതിനിടയിൽ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതാണ്.
ഇതിൻ്റെ വേറെ കളർ ചേഞ്ച്. ഇതിന് കുറച്ചുകൂടി ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെയിനിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. എത്ര ലെങ്ത്ത് വേണമെന്ന് തോന്നുന്നു അത്രയും ലെങ്ത്ത് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.